வாழ்க்கை விற்று விற்ற போதிலும் அச்சமில்லை அச்சமில்லை அச்சம் என்பதில்லை. ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് അച്ഛനില്ലേ 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 എന്നല്ല. അങ്ങനെ ഇടയ്ക്ക് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളൊരു EV കണ്ടസ്റ്റന്റിനെയാണ്, നായകനാവാ ഹീറോവാ നിന്റെ നായകനാവാൻ റെഡി. ഓക്കെ, അതൊരു നല്ലൊരു സബ്ജക്റ്റാണ്. ആൾക്കാർ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഓക്കെ, ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടായ ബാലുവിന് ഫസ്റ്റ് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. സോ ആൾക്കാർ പലതും പറയട്ടെ, എന്തുവേണമെങ്കിലും പറയട്ടെ. നമ്മള് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എല്ലാ കാര്യത്തിലും കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവിയിലോട്ട് പിന്നെ ഇതിലുള്ള ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ കോൺഫിഡൻസോട് കൂടി ഞാൻ ഇതിൽ ഭാഗമാകാൻ വേണ്ടി വന്നതാണ്. ഇത് വിജയിക്കും, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിലപ്പുറം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒന്നും ആഗ്രഹിക്കുന്നില്ല. അതേപോലെ ഇപ്പം സംവിധായകൻ കുറച്ച് മുന്നേ പറഞ്ഞു, ഈ നാദിരക്കെതിരെ നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോൾ അവരത് അതിനെതിരെ കേസിന് പോയി എന്ന് പറഞ്ഞു. അപ്പം റോക്കിക്കെതിരെ നെഗറ്റീവ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം റോക്കി അത്തരത്തിൽ ഇതിനെതിരെ കേസിന് പോവുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത്? ഞാൻ ആക്ച്വലി ഇതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ബ്രോ. നിങ്ങളൊന്നും വിചാരിക്കുമ്പോഴൊന്നുമല്ല, ഞാനിതൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എന്റെ ലൈഫിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു സിംഗിൾ പെർസെന്റേജ് പോലും ബാധിക്കത്തില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇപ്പം നാദ്രയെ കുറിച്ചിട്ട് തന്നെ ഒരു കാര്യം, അതായത് ഒരു വാക്ക് യൂസ് ചെയ്തു. ഓക്കെ, ഒരു പേര്, ഒരു വാക്ക് ഞാൻ പറയാൻ പാടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ നാദ്രയെ വിളിച്ച് ഞാൻ ചോദിച്ചു, നാദ്ര ഭയങ്കര മോശമായിട്ട് നീ കമന്റ്സ് ഒക്കെ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നാദ്ര പറഞ്ഞു കമന്റ്സ് കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എടി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങനെ ഒരു മൂവി ചെയ്യാം. സോ അത് ഭയങ്കര സക്സസ് ആവും. ഒരു ഞാൻ നായകനാവാ ഹീറോവാൻ നിന്റെ നായകനാവാൻ റെഡി. ഓക്കെ, അതൊരു നല്ലൊരു സബ്ജക്റ്റാണ്. ആൾക്കാരെ ഒരു ഐഡിയ തന്നെ എനിക്ക്. ഓക്കെ, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ കുറച്ച് കഥയൊക്കെ ആലോചിച്ച് വെച്ചായിരുന്നു. സോ ഞാൻ എന്റെ ലൈഫിലെല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതും പോസിറ്റീവായിട്ട് കാണുന്നു. നാദിരായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ അവരെപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് ഒരു സൈഡിലോട്ട് മാറിയിരിക്കും. പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ എല്ലാം ഇവിടെ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കും. അതിനൊന്നും ഒരു കാര്യമില്ല ബ്രോ, അവര് പറഞ്ഞോണ്ടേയിരിക്കും, പറയുന്നു എന്തും പറയട്ടെ. നാദിരയുടെ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാല്, എടാ അവരൊന്നും വലിയ കാര്യങ്ങളാണ് സത്യം. അതിലതേ പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരി ഒരുപാട് ഇപ്പൊ നമ്മളെ പോലെയൊന്നുമല്ല, ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ് നാദിര. നമുക്ക് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് നാടും വീടും ഉപേക്ഷിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി അവര് പുറത്തോട്ട് വന്ന് പിച്ചை വാങ്ങി ഒന്നും വാട്ടി വിട്ടു വിട്ട പോതിലും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം என்பதில்லை. ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് അച്ഛനില്ലേ 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 എന്നല്ല. അങ്ങനെ ഇടയ്ക്ക് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളൊരു EV കണ്ടസ്റ്റന്റിനെയാണ്, അച്ഛമില്ല എന്ന് വെച്ചാൽ ഭയമില്ല അല്ലെ, ഭയമില്ല. പിച്ചை വാങ്ങി ഒന്നും വാട്ടി നമ്മള് വീട്ടുകാർ ചോറ് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവര് പറയുന്നത് കേട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിനോട് നമുക്ക് ഇറങ്ങി പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചെലവുകളുണ്ട്. അല്ല, അതിപ്പോ ഈ സൊസൈറ്റി മാറിയതുപോലെ തന്നെ ഈ കേൾക്കുന്നവരും കാണുന്നവരും തന്നെ മാറിയിട്ടുണ്ട്. അതൊക്കെ പോസിറ്റീവായിട്ടാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെഗറ്റിവിറ്റി ഇല്ല. ഇപ്പോ നെഗറ്റീവ് വന്നാലാണ് പോസിറ്റീവ് ഉണ്ടാവുള്ളൂ എന്നൊരു അർത്ഥത്തിലേക്ക് മാറിയിരിക്കുന്നു നമ്മുടെ സമൂഹം.